എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാധാമണി വരസയുടെ കഥയൊക്കെ അഭിയും വക്കീലേയും ചേർന്ന് തമ്പിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തമ്പിക്ക് അത് കേട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാ. പെട്ടെന്ന് തമ്പി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എടാ ഈ കള്ളക്കഥയും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ വിശ്വസിക്കുമെന്ന് കരുതിയോ? എനിക്ക് നീ പറയുന്ന ഒരു സ്ത്രീയെ അറിയില്ല എന്ന് പറയണ. ഇത് കേട്ടതോ അഭി പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുള്ളെന്ന്. ഇത് കേട്ട തമ്പി പറഞ്ഞു, മുമ്പ് നീ ഇങ്ങനെ കള്ളക്കഥയും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഏൽക്കാതെ വന്നപ്പോ പുതിയ കഥയുമായിട്ട് നീ വന്നിരിക്കുവല്ലേ. എടാ നിന്റെ അഭ്യാസം ഒന്നും എൻ്റെ അടുത്ത് നടക്കില്ലടാ. ഈ തമ്പി ആരാന്ന് നിനക്കറിയില്ല. തമ്പി ആരാ നീ അറിയാൻ പോണതുള്ളെന്ന് പറയണ. ഇത് കേട്ടത് അഭി പറഞ്ഞു, തമ്പി ആരാന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് പറയണ. ഇത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു, ഇങ്ങനെ ഒരു കള്ളക്കഥയും വന്ന് എന്നെ കൊടുക്കാന്ന് നീ വിചാരിച്ചോടാ. സൂര്യനാരായണന്റെ മോനെ എന്നും പറഞ്ഞുകൊണ്ട് അബിയുടെ കോളറിന് കയറി കുത്തിപ്പിടിക്കുകയാണ്. ഈ സമയത്ത് അബി ആ കൈ അങ്ങോട്ട് തട്ടി മാറ്റി തമ്പിയുടെ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കുകയാണ്. ആ സമയം വക്കീല് പറഞ്ഞു, തമ്പിക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ടെന്ന് തോന്നല്ലോ. ഈ സമയം അബി പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ലല്ലേ ഈ പറയുന്ന രാധാമണി വരസനെ നിങ്ങൾക്ക് അറിയത്തില്ലല്ലേ. നിങ്ങൾ അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞ സ്ത്രീ അവരെ അറിയാലോ. നിങ്ങൾ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു 10-25 വർഷം മുമ്പ് നിങ്ങൾ അവരോട് ചെയ്ത എന്താന്ന്, പിന്നീട് അവരെ കൊല്ലാൻ പോലും നിങ്ങൾ പുറകെ നടന്നില്ലേ. അവരുടെ കുടുംബം തന്നെ നശിപ്പിച്ച് കളഞ്ഞില്ലേ. എന്നിട്ട് നിങ്ങൾക്ക് സമാധാനം ആയെന്ന് ചോദിക്കുക. അതിനുള്ള തിരിച്ചടി കിട്ടാൻ പോകുക തമ്പി എന്ന് പറയണം. ഇത് കേട്ടപ്പം തമ്പി പറഞ്ഞു, എന്ത് തിരിച്ചടിയടാ, ഒന്ന് പോടാ അവിടെ നിന്ന് പറയണം. അത് ചെറിയ തിരിച്ചടിയല്ല, വലിയ തിരിച്ചടിയാ. നിങ്ങളന്ന് അവരെ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവര് ഗർഭിണിയായിരുന്നു. അവരൊരു കുഞ്ഞിനെ പ്രസവിച്ചെന്ന് പറയണം. ഇത് കേട്ടതും തമ്പി ഒന്ന് ഞെട്ടി. അതെ, ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചെന്ന് പറയണം. ആൺകുഞ്ഞോ? അതെ, അവൻ നിന്നെ അന്വേഷിച്ച് വന്നിരിക്കുവോ തമ്പി. ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയണം. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞുവിട്ട് എന്താണെന്നറിയാവോ എന്ന് വക്കീല് ചോദിക്കണം. സൂര്യനാരായണ സാറിനെ പോയി കാണാനാ പറഞ്ഞത്. അങ്ങനെ അവൻ സൂര്യ സാറിനെ കാണാനായിട്ട് വന്നു. ആ സമയത്ത് ഞങ്ങൾ അവനെ കണ്ടെത്തി എന്ന് പറയണം. പിന്നീട് കാര്യങ്ങളൊക്കെ അവൻ ഞങ്ങളോട് പറഞ്ഞേ. ഈ സമയം അഭി പറഞ്ഞു, അവൻ്റെ പേരെന്താണെന്നറിയോ? വിശ്വം എന്ന് അവൻ്റെ പേരെന്ന് പറയണം. രാധാമണി വരസിൽ അവനിട്ട പേരാ വിശ്വം എന്ന്. എങ്ങനെയുണ്ട്, കൊള്ളാല്ലേ എന്ന് ചോദിക്കുകയാണ്. പഠനത്തിലത്ത് വിശ്വനാഥൻ തമ്പിയുടെ ഷോർട്ടായിട്ട് വിശ്വം എന്നുള്ള പേരായിട്ടിരിക്കുന്നതും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും തമ്പിക്ക് സഹിക്കാൻ പറ്റിയില്ല. പിന്നീട് അഭി പറഞ്ഞു, ഇപ്പം തമ്പി നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി? ചൂട് കൂടുതലാണോ അതോ AC ഇച്ചിരി കൂട്ടിയിടണമെന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം തമ്പി ആകെപ്പാടെ പ്രേതത്തെ കണ്ട അവസ്ഥയിലായിരുന്നു. പിന്നീട് വക്കീൽ വന്നിട്ട് പറഞ്ഞു, അതെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുക. ഞങ്ങൾ പോയാലും തമ്പിന് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കേണ്ട. അവൻ അന്വേഷിച്ച് വരും. അവൻ്റെ ആ ഒരു ഇത് കണ്ടിട്ട് അങ്ങനെ തന്നെയാ. തമ്പിയുടെ മോനല്ലേ, അപ്പോൾ ആ ഒരു ചോര തന്നെ അവൻ്റെ ശരീരത്തും കൂടെ ഓടുന്നേ. അവനങ്ങനെ പുറകോട്ട് മാറുമെന്ന് തോന്നില്ല. പൂനെന്ന് അവൻ്റെ അമ്മ അവനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തോണ്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അവൻ വെറും കൈയോടെ എന്തായാലും പോകാൻ പോകുന്നില്ല. അവനവൻ്റെ അച്ഛനെ വേണം. ഇനി തമ്പി തന്നെ ഒന്ന് അന്വേഷിച്ച് നോക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവൻ്റെതായ രീതിക്കുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തോണ്ടാണ് വന്നിരിക്കുന്നത്. അവനറിയാം, അവൻ്റെ അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരാ എന്താന്നൊക്കെ ഉള്ളത്. അവൻ നിങ്ങൾ തമ്മിൽ നേരിട്ട് കാണാം. തമ്പി മനസ്സിലാക്കുക തമ്പിയുടെ മോൻ ആരാന്ന് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു തീപ്പൊരി ഇട്ട് കൊടുത്തിട്ട് അബിയും വക്കീലും കൂടെ അങ്ങോട്ട് പോകണം. തമ്പിക്ക് എന്ത് ചെയ്യണം നടത്തില്ല, നിയന്ത്രണം വിട്ടു പോകുന്ന പോലെ തോന്നുവാണ് തമ്പിക്ക്. ആ സമയം ജാനകി അമ്മയ്ക്കുള്ള മെഡിസിൻസ് ഒക്കെ എടുത്തു കൊടുക്കണം. 2-3 വട്ടം പറഞ്ഞതിന് ശേഷമാണ് ഒന്ന് വാ തുറക്കാനായിട്ട് രാധാമണി വരസിൽ കൂട്ടാക്കിയത്. പിന്നീട് മെഡിസിൻസ് ഒക്കെ വായിലേക്ക് വെച്ച് കൊടുത്തു. വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അമ്മയെ അങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്, അമ്മേ ഞാനിവിടെ വന്നതിന് ശേഷം അമ്മേനോട് ഒരു വാക്ക് പോലും സംസാരിച്ചില്ലോ. എന്നോട് എന്താ സംസാരിക്കാത്തേ? അമ്മ എന്തെങ്കിലും എന്നോടൊന്ന് പറ. ഒന്നുമല്ല, ഞാൻ അമ്മയുടെ മോളല്ലേ എന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ടിട്ടും രാധാമണി വരസലിൽ ഒരു ചലനം ഉണ്ടായില്ല. അവരിങ്ങനെ ഒരേ ഇരിപ്പ് തന്നെ തുടരുവാണ്. അമ്മ എന്താ അമ്മ ഇങ്ങനെ? അമ്മയ്ക്ക് അറിയാലോ എൻ്റെ ജീവിതം. ഞാൻ അളകാപുരിയിലേക്ക് കയറി ചെന്നാൽ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നീട് ആ സന്തോഷം ഓരോ ദിവസവും ഇല്ലാതായത് വിശ്വനാഥൻ തമ്പിയുടെ മോൾ അപർണ അങ്ങോട്ട് വന്നതിന് ശേഷം. അമ്മയ്ക്കറിയാമോ ഈ വിശ്വനാഥൻ തമ്പി ആരാന്ന്? അമ്മയുടെ ജീവിതം നശിപ്പിച്ച ആ കശ്മലാന്ന് പറയണം. അപർണ ഓരോന്ന് മനഃപൂർവ്വം പറയാം, അമ്മയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നീട് പറഞ്ഞു, അയാളുടെ മോൾ അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം എൻ്റെ ജീവിതം നശിക്കാനായിട്ട് തുടങ്ങിയത്. അയാളുടെ മോൾ ഓരോന്ന് കുത്തി പറയാനായിട്ട് തുടങ്ങി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പം എനിക്ക് തോന്നുന്നു അവൾ അങ്ങോട്ട് വന്നതെല്ലാം നല്ലതിനാന്ന്. അവൾ അങ്ങനെ അങ്ങോട്ട് വന്ന് അങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ എൻ്റെ അമ്മയെ അന്വേഷിച്ചിറങ്ങിയത്. അതുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ അമ്മയെ കണ്ടു കിട്ടിയത്. ഇല്ലായിരുന്നെങ്കിലോ? അതുകൊണ്ട് ഞാൻ എന്നും അവളോട് നന്ദിയും കടപ്പാടും ഉള്ളവളായിരിക്കും. കാരണം ഒരിക്കലും അവളെ ഞാൻ അങ്ങോട്ട് ഇറക്കി വിടില്ല. അവളുള്ളതുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ അമ്മയെ സ്വന്തമായിട്ട് കിട്ടിയത്. അവൾ എന്നോട് അന്നിട്ട് ദേഷ്യത്തോടെ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ദേഷ്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ, കളിയാക്കിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ അമ്മയെ തിരികെ കിട്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ ജാനകി പറയാണ്.
അമ്മ പേടിക്കണ്ട, അമ്മയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടും. അമ്മേനെ നശിപ്പിച്ചവൻ്റെ മുന്നിലേക്ക് പോയി നിൽക്കണം. കണക്കുകൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തീർക്കണം. ഒരു കാരണവശാലും അയാളെ വെറുതെ വിടത്തില്ല. ദുഷ്ടനമ്മ, പരമദുഷ്ടൻ, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ലാന്ന് പറയണം. ആ സമയത്ത് രാധാമണി വരിസരൊന്ന് നോക്കിയിട്ട് രാധാമണി വരിസര് പെട്ടെന്ന് തന്നെ തിരിഞ്ഞങ്ങോട്ട് കിടക്കുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ജാനകിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. താൻ ഇത്രയും പറഞ്ഞിട്ടും അമ്മ താൻ പറയുന്നൊന്നും കേട്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അമ്മയുടെ മനസ്സിൽ ഇനിയിപ്പോൾ അതുണ്ടോ, അതുകൊണ്ടാണ് അമ്മ തിരിഞ്ഞു കിടന്നത് എന്നൊരു ചിന്തയൊക്കെ ജാനകിയുടെ മനസ്സിലേക്ക് വരുവാണ്. ജാനകി പിന്നെ ഒന്നും മിണ്ടാതെ അമ്മയും കെട്ടിപ്പിടിച്ച് കിടക്കുക. ഈ സമയത്ത് തമ്പി വീട്ടിൽ വന്നിരുന്നിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുക. നന്നായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വസുന്ധര വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ തമ്പിയാട്ടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? കുറേ സമയമില്ല തുടങ്ങിയിട്ട്, നിർത്താറായില്ലെന്ന് ചോദിക്കുക. തമ്പിക്ക് ദേഷ്യം വന്നു. കടന്നു പോടി പുറത്ത് പറയണ, നിങ്ങളെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? നിന്നോട് പോകാൻ പറഞ്ഞ് പോയാൽ മതി, കൂടുതൽ നീ ഇവിടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞ് വസുന്ധര അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. പിന്നീട് തമ്പി വീണ്ടും മദ്യപിക്കാൻ തുടങ്ങുവാണ്. ആ സമയത്ത് ഫോൺ വിളിച്ചു. നോക്കി കഴിഞ്ഞപ്പോൾ പരിചയമില്ലാത്ത നമ്പരാ. പിന്നീട് കോൾ എടുത്തിട്ട് ചോദിച്ചു, തമ്പി സാറല്ലേന്ന് ചോദിക്കുകയാണ്. അതെ, നീ ആരടാന്ന് ചോദിക്കുകയാണ്. അതെ, എന്നെ മനസ്സിലായില്ലേന്ന് ചോദിക്കുകയാണ്. നിന്നെ മനസ്സിലായനോ? അതിന് നീ ആരാന്ന് പറ. അച്ഛാ, ഇത് അച്ഛൻ്റെ മോനാന്ന് പറയണം. അച്ഛൻ്റെ മോനോ? ഏത് വകയിലാടാ ഞാൻ നിന്റെ അച്ഛനാണ് എന്ന് ചോദിച്ചിട്ട് ഒരു ചീത്തയും തെറിയൊക്കെ പറയാണ് തമ്പി. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങേ തലയ്ക്കെന്ന് പറഞ്ഞു, അതെ അച്ഛൻ്റെ മോനെ മനസ്സിലായില്ലേ, ഞാൻ വിശ്വന്ന് പറയാണ്. വിശ്വ എന്നുള്ള പേര് കേട്ടതും തമ്പി ഒന്ന് ഞെട്ടി. പകലെ വക്കീലും അബിയും വന്ന് പറഞ്ഞ് ഈ പേര് തന്നെയാണ്. ഈ സമയം വക്കീലും അബിയും കൂടെ കളിച്ചിട്ട് നാടകമായിരുന്നു. വക്കീലാണ് സൗണ്ട് മാറ്റി വിശ്വ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത്. കാരണം വിശ്വ ഇനിയിപ്പം തമ്പിയുടെ മോള് ജാനകി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ പട പ്രശ്നമാവും. അതിനു മുമ്പ് തന്നെ വേറൊരു കളി കളിക്കുന്നുണ്ട്. അതാണ് വിശ്വ എന്നൊരു കള്ളപ്പേരൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരാൺകുട്ടി അയാൾക്ക് ജനിച്ചതെന്നൊക്കെ. ജാനകിയുടെ നേർക്ക് ഒരിക്കലും സംശയം തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡ്രാമ കളിക്കുന്നത് തന്നെ. പിന്നീട് തമ്പി പറഞ്ഞു, എനിക്കൊരു വിശ്വത്തിനെ അറിയത്തില്ല, ആരെ അറിയത്തില്ലെന്ന് പറയണം. എനിക്കറിയാം, എന്നോട് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അങ്ങേ തലയ്ക്കുന്നത് വക്കീല് പറയണം. അമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു, നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ നിന്നെ അംഗീകരിക്കില്ല എന്നൊക്കെ. അച്ഛനച്ഛൻ ദേഷ്യക്കാരനൊക്കെയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു പിടിപ്പിച്ച് എന്നെ വിട്ടിരിക്കുന്നത്. എനിക്കതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് അച്ഛാ, എന്നെ അമ്മ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലണമെന്ന് പറഞ്ഞല്ലേ വിട്ടത്. സൂര്യനാരായണ സാറിനെ പോയി കാണണമെന്നാ. ഇത് കേട്ടതും ഒരു നിമിഷം തമ്പി ഇത് ഞെട്ടി. ഇങ്ങനെ തന്നെയാണല്ലോ വക്കീലും അഭിമെന്ന് പറഞ്ഞത്. സൂര്യ സാറിനെ കാണുന്നോർത്ത് വന്നു കഴിഞ്ഞപ്പം അദ്ദേഹം മരിച്ചുപോയ കാര്യങ്ങളൊക്കെ അറിയുന്നത്. പിന്നീട് ഞാൻ വക്കീലിനെയൊക്കെ പോയി കണ്ടു. ഒരു കാര്യമുണ്ട് അച്ഛാ, വക്കീലൊക്കെ അച്ഛനോട് പണി തരാതിരിക്കുന്നവരാല്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടെന്ന് തമ്പി ഒന്നുകൂടെ ഞെട്ടി. എന്നാലും ഞാനുള്ളിടത്തോളം കാലം അച്ഛന് പണിയൊന്നും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. ഞാനൊരാണൊരുത്തനല്ലേ, ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് വരാം. എനിക്ക് അച്ഛനെ കാണാൻ ഇരിക്കാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടൻ തമ്പി ചോദിച്ചു, നിനക്ക് എന്ത് വേണാടാന്ന് ചോദിക്കണം. എന്ത് വേണമെന്നോ? എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് അച്ഛനെയാ. എനിക്ക് അച്ഛനെ കൂടിയതിരു കണ്ടേ മതിയാവുള്ളൂ. ഞാൻ അച്ഛൻ്റെ അടിയിലേക്ക് വരുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ തമ്പിയുടെ സർവ്വ നിയന്ത്രണം തെറ്റി. തമ്പി പെട്ടെന്ന് കോളം കൂടെ കട്ട് ചെയ്യണം. ആ സമയത്ത് അബിയും വക്കീലും കൂടെ ചിരിക്കുകയാണ്. പിന്നീട് അബി വക്കീലിനോട് പറഞ്ഞു, അതെ വക്കീലിൻ്റെ ബുക്ക് സംഭവിച്ചു തന്നിരിക്കുന്നു. അല്ല ഇനിയിപ്പം അയാൾ അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഈ സിം ആരുടെ പേരിൽ എന്തൊക്കെയാണെന്ന് അറിയത്തില്ലേ? ഇതൊന്നും കുഴപ്പമില്ല. ഒരു വക്കീലിനെയാണോ അബി അയാൾ പഠിപ്പിക്കാൻ പോകുന്നത്? ഈ സിം എടുത്തിരിക്കുന്ന ഒരു വിശ്വത്തിൻ്റെ പേരില്ല. അതുകൊണ്ട് ട്രൂ കോളർ ഇട്ടാലും എന്തിട്ടാലും വിശ്വന്ന് മാത്രമേ തെളിയുള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടി വേണ്ടെന്ന് പറയാം. നമ്മൾ കണ്ടോ, ഇത് വെച്ചൊരു കളി അങ്ങോട്ട് കളിക്കാൻ തീരുമാനിക്കുക. തമ്പി ഇനി നെട്ടോട്ടോട് നമുക്ക് കാണാമെന്നൊക്കെ വക്കീൽ അബിയോട് പറയണം. അബി പറഞ്ഞു, അത് ശരിയാ, അങ്ങനെ വെറുതെ വിട്ടുകൂടാ. അവൻ ഈ ഭൂമി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവന് അർഹമായ ശിക്ഷ തന്നെ കിട്ടണം എന്നൊക്കെ പറയണം. ആ സമയം അപർണ വസ്തുതയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അച്ഛൻ വന്നോന്നൊക്കെ ചോദിക്കണം. വന്നു മോളെ, അവിടെ ഇരുന്ന് മദ്യപിക്കുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. പ്രേതത്തെ കണ്ട മട്ടിൽ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ടെന്ന് പറയണം. അല്ല എന്താ അമ്മേ പറയണേ? അതൊന്നും പറയാൻ എനിക്കറിയത്തില്ല മോളെ. എന്തോ കണ്ട് പേടിച്ച മട്ടിലുള്ള സംസാരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടൊന്നും പറയണമെന്നില്ല. ഒരു കാര്യം ഉറപ്പായി, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണം. ഈ അച്ഛനിത് എന്ത് പറ്റി എന്നൊക്കെ പറയണം. അപർണ ഈ സമയത്ത് അബി അങ്ങോട്ടേക്ക് കയറിയിരുന്നത്. അബി വന്നു കഴിഞ്ഞപ്പോഴത്തേന് അപർണ അവിടെ നിന്ന് ഫോൺ വിളിക്കുന്നത് കേട്ടു. അബി പതുക്കെ അവിടെ നിൽക്കുകയാണ്. കാരണം വീട്ടിലേക്ക് വിളിക്കുന്നത് മനസ്സിലായി. തമ്പിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അയാൾ പേടിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പം അറിയാൻ പറ്റും. ഈ സമയം അപർണ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യുക, അച്ഛനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അച്ഛൻ എന്തിനാ പേടിക്കുന്നത്? ഇനിയിപ്പോൾ അച്ഛനെ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയത്തില്ലോ എന്നൊക്കെ പറയണം. അബി പറഞ്ഞു, ഓഹോ അപ്പം അതാണ് കാര്യം. തമ്പിക്ക് അവിടെ തീ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ. ഇങ്ങനെയാണെങ്കിൽ ഇനി അധികം വൈകാതെ തമ്പിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഈ സമയത്ത്
അപർണ പറഞ്ഞു അതെ നാളെ രാവിലെ ഞാൻ അങ്ങോട്ടേക്ക് വരാം, അച്ഛനെ ഒന്ന് കണ്ട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യണം. അപ്പോഴേക്കും അബി ഒന്നും അറിയത്തില്ലാത്ത മട്ടി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി അപർണ, ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ചില കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു, അതുകൊണ്ട് അതുകൊണ്ട് ചോദിച്ചാന്നൊക്കെ പറയണം. ഇത് കേട്ടോ അപർണ പറഞ്ഞു ഒന്നുമില്ലാന്ന് പറയാ. ഒന്നുമില്ലാന്ന് പറഞ്ഞ് അങ്ങോട്ട് ഒഴിഞ്ഞു മാറാൻ വരട്ടെ എന്ന് പറയണം. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, എന്ത് പറ്റി നിന്റെ അച്ഛന്, എന്തോ പ്രേതം കൂടി എന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയണം. അതെ പ്രേതം കൂട്ടിട്ടുണ്ട്, നിന്റെ അച്ഛൻ്റെ പ്രേതമായിരിക്കും എന്ന് പറയണം. എൻ്റെ അച്ഛൻ്റെ പ്രേതോ അതൊരിക്കലും ഇല്ല, കാരണം എൻ്റെ അച്ഛൻ്റെ പ്രേതത്തിന് നിന്റെ അച്ഛനെ പോലെയുള്ള വൃത്തിയുടെ ശരീരം ആവശ്യമില്ല, ഏതൊരു നല്ല ശരീരത്തിൽ കയറിക്കൂടെ എന്ന് ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പം അപർണയ്ക്ക് ദേഷ്യം വന്ന അപർണ ഇങ്ങനെ പല്ല് കടിച്ചിരുമാണ്. അപ്പോഴേക്കും അബി പറഞ്ഞു അതെ നീ വിഷമിക്കുകയൊന്നും വേണ്ട, ഇനിയിപ്പം നിന്റെ അച്ഛൻ്റെ ശരീരത്തിൽ കയറിയ പ്രേതം അറിയണമെങ്കിലേ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. വിശ്വ എന്ന പ്രേതമെന്ന് പറയണം. വിശ്വ അതാരാ, നിനക്കറിയത്തില്ല, നിന്റെ അച്ഛനോട് പോയി ചോദിച്ചു നോക്ക്, വ്യക്തമായിട്ട് പറഞ്ഞു തരും വിശ്വ ആരാന്ന്. ഇത് കേട്ടതും അപർണയ്ക്ക് എന്തും മറുപടി പറയാനും നടത്തില്ല. അപർണയ്ക്ക് മനസ്സിലായി എന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ള കാര്യം. പിന്നീട് പൊന്നൂസ് അടുക്കളയിലേക്ക് വരുവാണ്. അപ്പോൾ പ്രഭാതി അടുക്കളയിൽ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം വന്നിട്ട് പറഞ്ഞു അതെ പൊന്നൂന് ഇന്ന് സ്കൂളിൽ പോകണമെന്ന് പറയാം. അതിനെന്താ പൊന്നു സ്കൂളിൽ പോയിക്കോളം പറയാം. അതല്ല അച്ഛമ്മേ എനിക്ക് ടിഫിൻ ഒരുക്കിയിട്ടില്ല എന്ന് പറയണം. ആണോ, എന്നാൽ ശരി മോൾക്ക് ഇപ്പം തന്നെ ടിഫിൻ ഒരുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി എന്ത് ചെയ്യണം, റെഡിയാക്കാൻ തുടങ്ങുന്ന സമയത്ത് പ്രഭാവതി തറ ഇറങ്ങി അങ്ങോട്ട് വീഴുവാണ്. പെട്ടെന്ന് പൊന്നൂസ് ചോദിച്ച് എന്താ അച്ഛമ്മേ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുക. ഒന്നുമില്ല പൊന്നൂസേ, എന്തോ ഒരു ക്ഷീണമെന്ന് പറയണം. അച്ഛമ്മയ്ക്ക് ഇത് എന്ത് പറ്റി, ഇങ്ങനെയൊന്നും ഉണ്ടാകുന്നതല്ലല്ലോ, ഞാൻ അച്ഛനെ വിളിക്കാമെന്ന് പറയണം. അപ്പോഴേക്കും ബോധം കെട്ട് പോയിട്ടുണ്ടായിരുന്നു പ്രഭാവതി. അവിടെ കിടന്ന് പൊന്നൂസ് അച്ചാച്ചാന്ന് അലറി വിളിക്കുവാണ്. അമ്പി വന്നില്ല. അപ്പോഴേക്കും അപർണ അങ്ങോട്ട് ഇറങ്ങി വന്നു. നീ എന്തിനാടി ഇവിടെ കിടന്ന് അലറി വിളിക്കണമെന്ന് ചോദിക്കാം. അതെ അച്ഛമ്മ അടുക്കളയിൽ ബോധം കെട്ട് കിടക്കുക, നിന്നോട് ആരുടെ പറഞ്ഞ ബോധം കിട്ടുന്ന. അതെ ബോധം കെട്ട് കിടക്കുക, ഞാൻ വിളിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ജാനി ഇങ്ങനെ പൊന്നൂസിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.